യേശുവിനോടൊപ്പം എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ കഴിഞ്ഞ എപ്പിസോഡുകൾ നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പകലിൽ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ആ വിഷയം സകലവും കഴിയുന്ന ദൈവത്തെക്കുറിച്ചാണ്. സകലവും കഴിയുന്ന ദൈവം. ഇവിടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി സകലവും ചെയ്തു തരുവാൻ കഴിയുന്ന ഒരു ദൈവം നമുക്കുണ്ട്, ഒരു കർത്താവ് നമുക്കുണ്ട് എന്നുള്ളതാണ്. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് യൂദായുടെ ലേഖനം അവസാനത്തെ വാക്യം നിങ്ങൾക്ക് വേണ്ടി വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമറ്റവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏക ദൈവത്തിന് തന്നെ സർവകാലത്തിനു മുമ്പും ഇപ്പോഴും സദാകാലത്തോളവും തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. നമ്മുടെ ദൈവം ആരാണ്? നാം അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളുടെ നടുവിൽ നമ്മെ സഹായിക്കാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത് എന്ന് ഈ ഭാഗത്ത് അപ്പോസ്തലനായ യൂദാ നമ്മെ ഓർപ്പിക്കുകയാണ്. താൻ തന്നെ പരിചയപ്പെടുത്തുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ദാസനും യാക്കോബിൻ്റെ സഹോദരനുമായ യൂദാ എന്ന് താൻ തന്നെ പരിചയപ്പെടുത്തുന്നു. ഇവിടെ യൂദാ തൻ ലേഖനം എഴുതിയതിൻ്റെ ഉദ്ദേശം താൻ പ്രാരംഭത്തിൽ ഓർപ്പിക്കുന്നത് വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിനായി പോരാടുക. ഈ ലേഖനത്തിൽ രണ്ട് പ്രത്യേക തരത്തിലുള്ള ആളുകളെക്കുറിച്ച് യൂദാ അപ്പോസ്തലൻ ഓർപ്പിക്കുന്നുണ്ട്. നിങ്ങൾ എന്നും അവർ എന്നും സംബോധന ചെയ്യുന്ന രണ്ടു കൂട്ടം ആളുകളെക്കുറിച്ച് ഈ ലേഖനത്തിലൂടെ യൂദാ ഓർപ്പിക്കുന്നു. നിങ്ങൾ എന്ന പിതാവായ ദൈവത്താൽ സൂക്ഷിക്കപ്പെട്ട വിളിക്കപ്പെട്ടവർക്ക് താൻ ഈ ലേഖനം എഴുതുകയാണ്. അപ്പോൾ തന്നെ ഈ ലേഖനത്തിൽ താൻ സംബോധന ചെയ്യുന്ന രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് പിറുപിറുപ്പുകാരും ആവലാധിക്കാരും വിശ്വാസത്യാഗികളും സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്നവരും ലോകത്തിൻ്റെ ഇമ്പങ്ങൾക്കനുസരിച്ച് ഓടുന്നവരും വിശ്വാസം ത്യജിച്ചവരും വലിയ ന്യായവിധിയെക്കുറിച്ചും കൂടെ യൂദാ അപ്പോസ്തലൻ ഈ ലേഖനത്തിൽ ഓർപ്പിക്കുകയാണ്. ഏദൻ തോട്ടം പോലെ മനോഹരമായിരുന്ന സോദോം തങ്ങളുടെ പാപത്തിൻ്റെ പരിണിതഫലമായി തകർക്കപ്പെട്ടതിനെ താൻ ഈ ലേഖനത്തിൽ ഓർപ്പിക്കുന്നു. ചരിത്രം ഓർപ്പിച്ചിട്ട് മിസ്രൈമിൽ നിന്നും വിടുവിക്കപ്പെട്ട് വാഗ്ദത്ത കനാനിലേക്ക് യാത്ര തിരിച്ചിട്ട് ആവലാധികൾ പിറുപിറുപ്പും നടത്തി ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവം നൽകിയ കാടപ്പക്ഷിയും ദൈവത്തിൻ്റെ സംരക്ഷണവും ദൈവത്തിൻ്റെ കരുതലും ദൈവത്തിൻ്റെ കാവലും അനുഭവിച്ചിട്ട് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ ദൈവത്തെ വിശ്വസിക്കുവാൻ കഴിയാതെ പോയ ഒരു കൂട്ടം ആളുകളുടെ മരുഭൂമിയിലെ തകർച്ചയെക്കുറിച്ചുകൂടെ ഈ ലേഖനത്തിൻ്റെ ചുരുങ്ങിയ വാചകങ്ങൾക്കുള്ളിൽ യൂദാ അപ്പോസ്തലൻ ഓർപ്പിക്കുകയാണ്. നമുക്കൊരു ദൈവമുണ്ട്, നമ്മെ വീഴാതെ വണ്ണം സൂക്ഷിക്കാൻ കഴിയുന്ന ദൈവമാണ്. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ തകർന്നു പോകുമെന്നും നിൽക്കുവാൻ കഴിയുകയില്ലെന്നും നമുക്ക് തോന്നുമ്പോൾ നമ്മെ വീഴാതെ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന ഉറപ്പാണ് നമ്മുടെ പ്രതിസന്ധികളിൽ തളരാതെ നിൽക്കുവാൻ നമ്മെ പ്രാപ്തമാക്കുന്നത്. പലപ്പോഴും നിർണായകമായ ജീവിത സാഹചര്യങ്ങളിൽ ദൈവത്തെ വിശ്വസിക്കുവാൻ, ദൈവത്തിൽ ആശ്രയിക്കുവാൻ മനുഷ്യന് കഴിയാതെ പോകുന്നു. ഇന്നിൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ പലപ്പോഴും മനുഷ്യർ കുഴഞ്ഞു പോകുന്നു. ജീവിതത്തിൻ്റെ വെല്ലുവിളികളെ നേരിടുവാൻ കഴിയാതെ പലരും ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുന്ന ജീവിത സാഹചര്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഇതിൻ്റെ നടുവിലാണ് യൂദാ തൻ്റെ ലേഖനം എഴുതി അവസാനിപ്പിക്കുമ്പോൾ തൻ്റെ വായനക്കാരോട് ഓർപ്പിക്കുന്നത് നമ്മെ വീഴാതെ വണ്ണം സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്, നമ്മെ കരുതുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. അവിടെ പറയുന്ന ആ പദപ്രയോഗത്തിൽ നമുക്ക് കാണുന്ന ഒരു കാര്യം, കഴിയുന്ന ദൈവം. അവൻ സകലവും കഴിയുന്ന ദൈവമാണ്, സകലത്തെയും നിയന്ത്രിക്കുന്ന ദൈവമാണ്, സർവശക്തനായ ദൈവമാണ്. ഇവിടെ യൂദാ തൻ്റെ ലേഖനത്തിൽ ഓർപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 3-4 കാര്യങ്ങൾ ഞാനിവിടെ ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കഴിയുന്ന ദൈവം എന്ന് നാം ചിന്തിക്കുമ്പോൾ ഒന്നാമതായി ഈ ദൈവം വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിക്കുവാൻ കഴിയുന്ന ദൈവമാണ്. 24-ാമത്തെ വാക്യത്തിൽ യൂദാ ആരംഭിക്കുന്നത് അങ്ങനെയാണ്: മരുഭൂമി യാത്രയിൽ അവിശ്വാസത്താൽ നശിച്ചുപോയ ഇസ്രയേൽ ജനത്തെക്കുറിച്ചും
ദൈവത്തിൻ്റെ സന്നിധിയിൽ മത്സരിച്ച കോരഹിൻ്റെ നാശത്തെക്കുറിച്ചും മനോഹരമായ അവസ്ഥയിൽ നിന്ന് ചാവുകടൽ എന്നതുപോലെ തകർക്കപ്പെട്ട സോദോമിനെക്കുറിച്ചും തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ നശിച്ചുപോയ ദൂതന്മാരെക്കുറിച്ചും ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം നഷ്ടപ്പെടുത്തിയ ഖായീനെക്കുറിച്ചും ഒക്കെ ഓർപ്പിച്ചിട്ട് യൂദ പറയുകയാണ്, ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്, ജീവിതത്തിൽ വെല്ലുവിളികളുണ്ട്, ജീവിതത്തിൽ തകർച്ചയുടെ സാഹചര്യങ്ങളുണ്ട്. എന്നാൽ നമ്മുടെ ദൈവം നമ്മെ വീഴാതെ സൂക്ഷിക്കുന്ന ദൈവമാണ്. ഒരുപക്ഷേ കാലുകൾ വഴുതിപ്പോകുന്നു എന്ന് നമുക്ക് തോന്നിയാലും, ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയാത്തതുപോലെയുള്ള പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലും, മനുഷ്യർ നമ്മെ തള്ളിയാലും, എല്ലാവരും നമ്മെ ഒറ്റപ്പെടുത്തിയാലും, കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതലിന് ഒരു കാര്യത്തിൽ ഉറപ്പുണ്ട്, ഈ ദൈവം വീഴാതെ നമ്മളെ സൂക്ഷിക്കുന്ന ദൈവമാണ്. ജീവിത സാഹചര്യങ്ങളിൽ ജോസഫിനെ നാം പഠിച്ചാൽ, സഹോദരങ്ങൾ തന്നെ തള്ളിക്കളഞ്ഞു. താൻ ഒരടിമയായി വിൽക്കപ്പെട്ടു. താൻ കടന്നു ചെന്ന സ്ഥാനത്ത് തെറ്റായ രീതിയിൽ താൻ കുറ്റപ്പെടുത്തലുകൾക്ക് വിധേയനായി. തൻ്റെ മാന്യത പിച്ചിച്ചീന്തപ്പെട്ടു. താൻ വ്യാജമായ കുറ്റാരോപണത്താൽ ബന്ധിതനായി തടവറയ്ക്കുള്ളിൽ കഴിയുന്നു. ഇനിയൊരു ഉയർച്ചയില്ലെന്ന് ചിന്തിക്കുമാറ് തൻ്റെ ജീവിതം തകർന്ന് ഒരു ഭാവിക്കുള്ള സാധ്യതയും ഇല്ലാതിരിക്കുമ്പോൾ, തകർന്നു പോകാതെ തന്നെ സൂക്ഷിച്ച, വീഴാതെ തൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ വീണു പോകാതെ സൂക്ഷിച്ച ഒരു ദൈവം നമ്മുടെ ജീവിതത്തിൽ, സഹോദരങ്ങൾ നമ്മളെ തള്ളിയാലും, പ്രിയപ്പെട്ടവർ നമ്മളെ തള്ളിക്കളഞ്ഞാലും, നമ്മളെ സംരക്ഷിക്കേണ്ടവർ നമ്മളെ തകർത്ത് കളഞ്ഞാലും, നാം വീണു പോകാതെ നമ്മെ നിർത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് പകൽ നാം ഉറയ്ക്കേണ്ടത് ആവശ്യമാണ്. 2019 പ്രാരംഭ ആഴ്ചയിൽ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവത്തിൻ്റെ ജനത്തോട് ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ എല്ലാം നമുക്ക് അനുകൂലമാകണം എന്നില്ല. പ്രതികൂലമായ സാഹചര്യങ്ങളിലൂടെ ഞാനും നിങ്ങളും കടന്നു പോകേണ്ടതായി വന്നേക്കാം. ഒട്ടും ശോഭനമല്ലാത്തൊരു ഭാവിയാണ് നമ്മുടെ മുമ്പിൽ ഉള്ളതെന്ന് നമുക്ക് തോന്നിയേക്കാം. ജീവിതത്തിൻ്റെ ഭാരങ്ങൾ താങ്ങാൻ കഴിയാത്ത വിധം നമ്മെ വളരെ ഭാരകരമായ അതിൻ്റെ നടുവിൽ നമ്മെ സഹായിക്കുന്ന ദൈവമുണ്ടെന്നുള്ള ഉറപ്പ് ഇന്ന് പകൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. വരുന്ന വർഷങ്ങൾ ഒരുപക്ഷെങ്കിൽ കഴിഞ്ഞുപോയ വർഷത്തേക്കാൾ ഭയാനകവും ഭീതിജനകവും പ്രയാസം നിറഞ്ഞതും പ്രതിസന്ധി നിറഞ്ഞതും വെല്ലുവിളികൾ നിറഞ്ഞതുമായി തീരാം. എന്നാൽ ഈ പ്രതിസന്ധികളുടെ നടുവിൽ, ഈ വെല്ലുവിളികളുടെ നടുവിൽ പിടിച്ചു നിർത്തുന്ന, വീഴാതെ നമ്മെ താങ്ങി നിർത്തുവാൻ കരുത്തുള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. കൊരിന്ത്യർക്കെഴുതിയ നാം വീണ് കിടക്കുന്നവരെങ്കിലും നാം നശിച്ചു പോകുന്നില്ല. വീണ് കിടക്കുന്ന സാഹചര്യങ്ങൾ ഒരുപക്ഷെ ഇനി എഴുന്നേൽക്കത്തില്ലെന്ന് ലോകം വിധി പറയുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നാലും, അവിടെ നിന്നും നമ്മെ കൈപിടിച്ചെഴുന്നേൽപ്പിക്കുന്ന, കരുത്തോടെ നമ്മളെ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു ദൈവമാണ്. ഒരുപക്ഷെ ഇനി എന്താണ് സംഭവിക്കുക എന്ന് മറ്റുള്ളവർ ചിന്തിക്കുമാറ് നിലത്ത് വിതയ്ക്കപ്പെട്ടൊരു വിത്ത്, ആ വിത്ത് നിലത്തേക്ക് വലിച്ചെറിയപ്പെടുമ്പോൾ ഇനി ഒരുപക്ഷെ എന്താണ് അതിന് സംഭവിക്കുക, അതിൻ്റെ ഭാവി എന്താണ് എന്ന് മനസ്സിലാക്കുവാൻ സാഹചര്യങ്ങൾ ആ വിത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രതികൂലമാണ്. ഒരുപക്ഷെ ഈ നിലത്ത് വീണ ഈ വിത്ത് മണ്ണിനടിയിൽ ഇരുട്ടിൽ ചെളിയിൽ പൂണ്ട് ഇനി ഉയർത്തെഴുന്നേൽറ്റ് വരുവാനുള്ള സാധ്യതയൊന്നുമില്ല എന്ന് മറ്റുള്ളവർ അതിനെ നോക്കി പറയുമ്പോഴും, ആ വിത്തിൻ്റെ അകത്ത് ജീവൻ നൽകിയ, അതിനകത്ത് ഒളിപ്പിച്ചു വെച്ച ജീവൻ, അതിനെ മൂടിക്കളഞ്ഞ കട്ടകളെ, അതിനെ മൂടിക്കളഞ്ഞ ഇരുട്ടിനെ, അതിനെ മൂടിക്കളഞ്ഞ ചെളിയെ ഭേദിച്ചുകൊണ്ട് ഒരു പുതിയ ചെടിയായി, പുതിയ നാമ്പോടെ, പുതിയ തളിർപ്പോടെ എഴുന്നേറ്റ് വരുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൻ്റെ ഇരുളടഞ്ഞ സാഹചര്യങ്ങളിൽ നാം വീണുപോകുമെന്ന് ചുറ്റുമുള്ളവർ നമ്മെക്കുറിച്ച് വിധി പറയുമ്പോഴും, ആ വീഴാതെ, അതിൻ്റെ നടുവിൽ തകരാതെ, തളരാതെ നമ്മെ നിർത്തുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഇനി ഒരിക്കലും ഒരു ഭാവിയില്ലെന്ന് ലോകം നമ്മെ നോക്കി വിധി പറയുമ്പോഴും, അതിൻ്റെ നടുവിൽ നമ്മെ അവരുടെ കൺമുമ്പിൽ പുതിയ നാമ്പോടെ എഴുന്നേൽപ്പിക്കുന്ന ദൈവത്തിൻ്റെ കരുത്ത്
നമുക്ക് പിൻപിലുണ്ട്, നമ്മുടെ കരം പിടിച്ചിട്ടുണ്ട് എന്ന ഉറപ്പോടെ 2019 വെല്ലുവിളികളെ നേരിടുവാൻ നമുക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുകയാണ്. ജീവിത സാഹചര്യങ്ങൾ എല്ലായ്പ്പോഴും അനുകൂലമല്ലെങ്കിലും ഈ പകൽ നാം ഉറയ്ക്കേണ്ടത് ആവശ്യമാണ്. ഒരു പുതുവത്സര സന്ദേശം എന്നതുപോലെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ, 2019 നമുക്ക് പലതും കഴിയാതെ പോയാലും, 2019 നമ്മുടെ കൈകൾ ബലഹീനമായാലും, നമ്മുടെ കഴിവുകൾ ഫലകരമായി തീർന്നില്ലെങ്കിലും 2019 നമ്മെ ജയാളികളാക്കി നിർത്തുന്ന, നമ്മെ കരുത്തോടെ നിർത്തുന്ന, നമ്മെ ആരോഗ്യത്തോടെ നിർത്തുന്ന, നമ്മുടെ ഭാവി ശോഭനമാക്കുന്ന, നമുക്ക് അനുഗ്രഹം നൽകുന്ന, നമ്മെ വിടുവിക്കുന്ന, നമ്മെ ഉയർത്തുവാൻ കരുത്തുള്ള കഴിവുള്ള ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട്. അവൻ നാം വീണുപോകുവാൻ സമ്മതിക്കുന്ന ദൈവമല്ല. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ നമ്മെ സഹായിക്കാൻ ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ടെന്ന് അരുളി ചെയ്ത കർത്താവ് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ നമ്മോട് കൂടെയുണ്ട്. അവൻ വീഴുവാൻ സമ്മതിക്കുന്ന ദൈവമല്ല. ഇന്ന് പകൽ ദൈവകരങ്ങളിൽ അടുത്തൊരു ചിന്തയിലേക്ക് ആ വേദഭാഗത്തിന് നിന്ന് നിങ്ങളെ കൊണ്ടുപോകുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളെ ദൈവസന്നിധിയിൽ നിർത്തുവാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. നമ്മുടെ ദൈവം നമ്മളെ വീഴാതെ വണ്ണം സൂക്ഷിക്കുന്നവൻ മാത്രമല്ല, ദൈവസന്നിധിയിൽ നമ്മെ നിർത്തുവാൻ കരുത്തുള്ള ദൈവമാണ്. എങ്ങനെയാണ് തൻ്റെ സന്നിധിയിൽ ഈ ദൈവം നമ്മെ നിർത്തുന്നത്? 2 കാര്യങ്ങൾ യൂദ ആ വാക്യത്തിൽ അർപ്പിക്കുന്നുണ്ട്. 1, അവൻ നമ്മെ ആനന്ദത്തോടെ നിർത്തുന്ന ദൈവമാണ്. 2, അവൻ നമ്മെ കളങ്കമറ്റവരായി നിർത്തുന്ന ദൈവമാണ്. ഭാവി ഒരു സാഹചര്യത്തിലാണ് ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ദൈവപുത്രനായ ക്രിസ്തുവിനെ പോലും പരീക്ഷിച്ച പിശാച് ഒരലറുന്ന സിംഹം എന്നതുപോലെ നമ്മെ വിഴുങ്ങേണ്ടതിന് നമുക്ക് ചുറ്റും അടുത്തു വരുമ്പോൾ നമ്മെ കളങ്കമറ്റവരായി നിർത്തുവാൻ കഴിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ, വെല്ലുവിളികളിൽ, പരീക്ഷകളിൽ പ്രതിസന്ധികളില്ല എന്നല്ല, പ്രലോഭനങ്ങളില്ല എന്നല്ല, പ്രയാസങ്ങളില്ല എന്നല്ല. ആ പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും പ്രലോഭനങ്ങളുടെയും നടുവിൽ നമ്മെ കളങ്കമേൽക്കാതെ, ഈ ലോകത്തിൻ്റെ മാലിന്യമേൽക്കാതെ, ഈ ലോകത്തിൻ്റെ കളങ്കമേൽക്കാതെ നിർത്താൻ കഴിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. 2, നമ്മെ നിർത്തുന്നത് ആനന്ദത്തോടെയാണ് അവൻ നിർത്തുന്നത്. ദൈവസന്നിധിയിൽ എന്നെയും നിങ്ങളെയും നിർത്തുന്ന ദൈവം നമ്മെ ആനന്ദത്തോടെ നിർത്തുന്ന ദൈവമാണ്. നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ ഒരുപക്ഷെങ്കിൽ നമുക്ക് സന്തോഷിക്കുവാനും ആനന്ദിക്കുവാനും കഴിയാത്ത ജീവിത സാഹചര്യങ്ങളാകാം. ആമേൻ. ആരും സഹായിക്കാനില്ലാത്ത സാഹചര്യങ്ങൾ, നമ്മോടൊരു നല്ല വാക്ക് പറയാൻ ആളില്ലാത്ത സാഹചര്യങ്ങൾ, പലപ്പോഴും തലമുറകളിൽ നിന്നൊറ്റപ്പെട്ട് ഏകരായി ഭവനങ്ങളിൽ കഴിയുന്ന വൃദ്ധമാതാപിതാക്കൾ, തലമുറകളെ വഴിപിഴച്ച അനുഭവങ്ങളെ ഓർത്ത് ആമേൻ നെടുവീർപ്പിടുന്ന മാതാക്കൾ, ദൈവത്തിൻ്റെ സന്നിധിയിൽ ജീവിതത്തിൻ്റെ 2 അറ്റവും കൂട്ടുമുട്ടിക്കുവാൻ കഴിയാതെ ഭാരപ്പെടുന്ന പിതാക്കന്മാർ, ഇവരുടെയൊക്കെ ജീവിതത്തിൽ ആനന്ദം അന്യം നിൽക്കുന്ന സാഹചര്യങ്ങളുണ്ടാകാം. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന, കർത്താവിനാൽ സൂക്ഷിക്കപ്പെടുന്ന, പിതാവായ ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന, വിളിക്കപ്പെട്ട ഒരു ദൈവത്തിൻ്റെ പൈതലിന് ഒരു കാര്യത്തിൽ ഉറപ്പുണ്ട്: ഈ ദൈവം എന്നെ ആനന്ദത്തോടെ നിർത്തുന്ന ദൈവമാണ്. ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളൊന്നും നമുക്ക് അനുകൂലമല്ലെങ്കിലും ദൈവം നമ്മെ വിളിച്ചു എന്നതും, നമ്മെ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ടെന്നുള്ളതും, നമ്മെ സ്നേഹിക്കുന്ന ഒരു പിതാവുണ്ടെന്നുള്ളതുമായ ചിന്ത നമ്മുടെ ജീവിതത്തെ ആനന്ദിപ്പിക്കുവാൻ പര്യാപ്തമായ ചിന്തയാണ്. ജീവിതത്തിലെ പ്രതിസന്ധികളെ വലുതായി കാണാതെ ഈ പ്രതിസന്ധികളിൽ നമ്മെ ആനന്ദത്തോടെ നിർത്തുന്ന, അതിന് കരുത്തുള്ള, അതിന് കഴിവുള്ള, അതിന് ശക്തിയുള്ള ദൈവത്തിൻ്റെ ശക്തിയിൽ വിശ്വസിക്കുവാനും ആശ്രയിക്കുവാനും നമുക്ക് കഴിയട്ടെ. സെരുബാബേലിൻ്റെ മുമ്പിൽ മഹാപർവ്വതമായി ഉയർന്നു നിൽക്കുന്ന വെല്ലുവിളികളെ നോക്കിക്കൊണ്ട് സെരുബാബേൽ ആത്മാവിൽ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. മലയാളത്തിലെ വാക്യം സെരുബാബേലിൻ്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമേ നീ ആർ എന്നാണെങ്കിൽ, ഇംഗ്ലീഷിൽ ചോദിക്കുന്നത് ഹു ആർ യു ഗ്രേറ്റ് മൗണ്ടൻ ബിഫോർ സെരുബാബേൽ. സെരുബാബേലിൻ്റെ മുമ്പിൽ നിൽക്കുവാൻ മഹാപർവ്വതമേ നീ ആരാണ്? നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന പ്രതിസന്ധികളെ നോക്കിക്കൊണ്ട് ആ പ്രതിസന്ധികളെ വലുതായി കാണാതെ ആമേൻ നമ്മോടുകൂടെയുള്ള വലിയ ദൈവത്തിൻ്റെ
ആ സാന്നിധ്യം അത് നമ്മെ വീഴാതെ നിർത്തുന്ന സാന്നിധ്യം മാത്രമല്ല, അത് നമ്മെ ആനന്ദത്തോടെ നിർത്തുന്ന സാന്നിധ്യവും കൂടെയാണെന്നുള്ള ഉറപ്പിൽ നമ്മെ തകർക്കുവാൻ ശ്രമിക്കുന്ന, നമ്മെ വിഴുങ്ങുവാൻ ശ്രമിക്കുന്ന, നമ്മെ ഭീതിപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന വെല്ലുവിളികളെ നോക്കിക്കൊണ്ട് നമുക്ക് പറയാം, എൻ്റെ മുമ്പിൽ നിൽക്കുന്ന വെല്ലുവിളിയെ എൻ്റെ സന്തോഷത്തെ കെടുത്തുവാൻ നീ ആരാണ്, എൻ്റെ ആനന്ദത്തെ കെടുത്തുവാൻ നീ ആരാണ് എന്ന് ധൈര്യത്തോടെ ചോദിക്കുവാൻ കഴിയുന്ന ഒരനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ദൈവം നമ്മെ കളങ്കമറ്റവരായി നിർത്തുന്ന ദൈവവും നമ്മെ ആനന്ദത്തോടെ നിർത്തുവാൻ കഴിയുന്ന ദൈവമാണ്. ജീവിതഭാരങ്ങളിൽ ഉഴന്നു പോകാതെ, ജീവിതഭാരങ്ങളിൽ സന്തോഷം നഷ്ടപ്പെടാതെ, ആമേൻ, നമ്മുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന അനുഭവങ്ങൾ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ പ്രാപിച്ചെടുത്തുകൊണ്ട് മുമ്പിലുള്ള വെല്ലുവിളികളെ നോക്കി പതറിപ്പോകാതെ ആനന്ദത്തോടെ നിൽക്കാൻ ആ സാന്നിധ്യത്തിൽ നമുക്ക് മറയാം. ക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ചുള്ള ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ നിറയാൻ ഇന്ന് പകൽക്കാലം ഇടയാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഹീ ഹു ഈസ് ഏബിൾ, കഴിയുന്ന ദൈവം. രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്ന്, അവൻ നമ്മെ വീഴാതെ വണ്ണം സൂക്ഷിക്കാൻ കഴിയുന്ന ദൈവമാണ്. രണ്ട്, ഈ ദൈവം നമ്മെ ദൈവസന്നിധിയിൽ ആനന്ദത്തോടെ കളങ്കമറ്റവരായി നിർത്തുവാൻ കഴിയുന്ന ദൈവമാണ്. മൂന്നാമതൊരു ചിന്ത നിങ്ങളെ ഈ പുതുവത്സരത്തിൽ അർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, അവൻ നമ്മുടെ വാഗ്ദത്തങ്ങളെ നിവർത്തിപ്പാൻ കഴിയുന്ന ദൈവമാണ്. ഒരുപക്ഷെ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ, അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ നാം കേട്ട വാഗ്ദത്തങ്ങൾ, ദൈവം നമ്മോട് സംസാരിച്ച വാഗ്ദത്തങ്ങൾ അല്ല, 2018 നാം കേട്ട വാഗ്ദത്തങ്ങൾ പലതും നിവർത്തിയായില്ലെങ്കിലും ഇന്ന് പകൽ ദൈവാത്മാവിൽ ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മുടെ ദൈവം നമ്മോട് വാഗ്ദത്തം ചെയ്തിട്ട് വാക്കുമാറുന്ന ദൈവമല്ല. യിരെമ്യാ പ്രവചനം 1-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, നമ്മുടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ അരുളി ചെയ്തത് നിവർത്തിപ്പാൻ തക്കവണ്ണം ജാഗരിച്ചു കൊണ്ടിരിക്കുന്നു. നാം കേട്ട വാഗ്ദത്തങ്ങൾ യിരെമ്യാവിനോട് ദൈവം സംസാരിക്കുമ്പോൾ ദൈവം പറയുന്നു, ഇടിക്കുവാനും പൊളിക്കുവാനും നിർമൂലമാക്കുവാനും പണിയുവാനും ഞാൻ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബാലനായ യിരെമ്യാവിനോട് അവൻ പറയുന്നു, എനിക്ക് കഴിവില്ല, എനിക്ക് സംസാരിപ്പാൻ കഴിവില്ല, എനിക്ക് പ്രായമില്ല, എനിക്ക് പക്വതയില്ല, നിരവധി എക്സ്ക്യൂസസ് പറയുന്ന, നിരവധി ഒഴിവ് കഴിവുകൾ പറയുന്ന യിരെമ്യാവിനോട് ദൈവം പറയുകയാണ്, നിന്നോട് അരുളി ചെയ്തത് നിവർത്തിക്കുവാൻ കഴിയുന്ന ഒരു ദൈവമാണ് ഞാൻ. നിന്നോട് പറഞ്ഞത് നിവർത്തിക്കുവാൻ ഒരുപക്ഷെ നിൻ്റെ പ്രായം തടസ്സമായേക്കാം, ഒരുപക്ഷെ നിൻ്റെ ആരോഗ്യം നീ കേട്ട വാഗ്ദത്തത്തിന് യോഗ്യമായിരിക്കത്തില്ല, നീ കേട്ട വാഗ്ദത്തം ഒരുപക്ഷെ നിൻ്റെ യുക്തിക്ക് അംഗീകരിക്കുവാൻ കഴിയുന്ന വാഗ്ദത്തമായിരിക്കത്തില്ല. എന്നാൽ അതെല്ലാം ഒരു യാഥാർത്ഥ്യമായി നിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോഴും ദൈവം പറയുകയാണ്, ഞാൻ അരുളി ചെയ്ത വചനം നിവൃത്തിയാകുവാൻ ഞാൻ ജാഗരിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മോട് പറഞ്ഞ വാഗ്ദത്തം നാം പറഞ്ഞിട്ട് പറഞ്ഞ വാഗ്ദത്തമല്ല, നാം ചോദിച്ചിട്ട് പറഞ്ഞ വാഗ്ദത്തമല്ല, നമ്മോട് പറഞ്ഞ വാഗ്ദത്തം നാം ദൈവത്തോട് ആവശ്യപ്പെട്ടിട്ട് പറഞ്ഞ വാഗ്ദത്തമല്ല. നമ്മോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ ദൈവത്തിന് നമ്മോട് മനസ്സലിവ് തോന്നി, ദൈവത്തിന് നമ്മോട് കരുണ തോന്നി, ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള സ്വപ്നമായി നമ്മിൽ അവൻ നിവൃത്തിയാക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയമായി അവൻ നമ്മോട് പറഞ്ഞതാണെങ്കിൽ, നമ്മുടെ ആവശ്യമോ നമ്മുടെ ചോദ്യമോ നമ്മുടെ ആഗ്രഹമോ കൂടാതെ ദൈവം നമ്മോട് അരുളി ചെയ്ത വാഗ്ദത്തങ്ങൾ നിവർത്തിക്കപ്പെടണമെന്ന സാഹചര്യം നമ്മുടെ മുമ്പിലില്ലെങ്കിലും ദൈവം അത് നിവർത്തിക്കുവാൻ തക്കവണ്ണം ജാഗരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ അവൻ പറഞ്ഞ വാഗ്ദത്തങ്ങൾ നിറവേറുമോ ഇല്ലയോ എന്ന് നിറവേറത്തക്കവണ്ണം ദൈവം തമ്പുരാൻ നമ്മെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നു. യിരെമ്യാവിൻ്റെ ജീവിതത്തിൽ ബാലനായ യിരെമ്യാവ് ദൈവം അവൻ്റെ മുമ്പിൽ നൽകിയ ശക്തമായ വാഗ്ദത്തമെന്ന് പറയുന്നത്, ഒരു കാലഘട്ടത്തിൽ ദൈവത്തെ നിഷേധിച്ച, ദൈവത്തിൽ നിന്നും അന്യപ്പെട്ടു പോയ, ദൈവത്തെ ത്യജിച്ചു കളഞ്ഞ ഒരു കൂട്ടം ആളുകളെ ദൈവത്തിങ്കിലേക്ക് തിരിക്കുന്ന ശ്രമകരമായ ഒരു വാഗ്ദത്തമാണ്, ഒരു ദൗത്യമാണ് വാഗ്ദത്തമായി ദൈവം യിരെമ്യാവിന് നൽകുന്നത്. യിരെമ്യാവിൻ്റെ പ്രായത്തെ പരിഗണിച്ച് യിരെമ്യാവ് പറയുന്നു, എനിക്ക് കഴിവില്ല, എനിക്ക് ശക്തിയില്ല. എന്നാൽ ദൈവം പറയുന്നു, ഞാനാണ് വാഗ്ദത്തം ചെയ്തവൻ, വാഗ്ദത്തം ചെയ്ത ഞാൻ വാഗ്ദത്തം ചെയ്യപ്പെട്ടത് നിവർത്തിക്കത്തക്കവണ്ണം ജാഗരിച്ചു കൊണ്ടിരിക്കുകയാണ്. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ദൈവം വാഗ്ദത്തം ചെയ്തു.
ദൈവം ചെയ്ത വാഗ്ദത്തം 75-ാമത്തെ വയസ്സിൽ പ്രാപിച്ച അബ്രഹാം നീണ്ട വർഷങ്ങൾ 24-ൽ പരം വർഷങ്ങൾ ഈ വാഗ്ദത്തത്തിൻ്റെ നിവൃത്തിക്കായി താൻ കാത്തിരിക്കുകയാണ്. വർഷങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ ഓരോരോ അനുഭവങ്ങളിലൂടെ ദൈവം അബ്രഹാമിനോട് തൻ്റെ വാഗ്ദത്തത്തെ ഉറപ്പിക്കുന്നു. ആകാശത്തിലെ നക്ഷത്രങ്ങളെയും കടൽക്കരയിലെ മുറ്റത്തെ മണൽത്തരിയെയും സാക്ഷിയാക്കി ദൈവം പറയുന്നു, ഇതുപോലെ ഞാൻ നിനക്ക് മക്കളെ തരും. തുടർന്ന് ദൈവം 15-ാം അധ്യായത്തിൽ അബ്രഹാമിനോട് ഉടമ്പടി ചെയ്ത് 400 സംവത്സരങ്ങൾക്കപ്പുറം മിസ്രൈമിൽ നിന്ന് തൻ്റെ സന്തതികളെ മടക്കി വരുത്തുന്ന ദൈവീക ദൂത് തനിക്ക് കൈമാറുന്നു. എന്നാൽ ദൂതുകൾ ആവർത്തിച്ച് ദൈവം അബ്രഹാമിന് കൈമാറുമ്പോഴും ദൈവം അവനോട് ഉടമ്പടി ചെയ്യുമ്പോഴും അവൻ്റെ ജീവിതത്തിൽ പ്രായം കഴിഞ്ഞു പോകുന്നു, പുത്രോത്പാദനത്തിനുള്ള തൻ്റെ ശക്തി നഷ്ടപ്പെടുന്നു, തൻ്റെ ഭാര്യയുടെ ആരോഗ്യം ക്ഷയിക്കുന്നു. 100 വയസ്സുള്ള അബ്രഹാം ദൈവത്തിൻ്റെ സന്നിധിയിൽ തൻ്റെ ജീവിതത്തിൽ ഇനിയൊരു തലമുറയുണ്ടാകാനുള്ള സാധ്യതയില്ലായ്മ തിരിച്ചറിയുന്നു. തൻ്റെ ഭാര്യയുടെ ശരീരം അതിന് പ്രാപ്തമല്ലെന്ന തിരിച്ചറിവ് തൻ്റെ ഉള്ളിലുണ്ടാകുന്നു. എന്നാൽ വാഗ്ദത്തം ചെയ്ത ദൈവം വാഗ്ദത്തം നിവൃത്തിയാകാൻ ദൈവസന്നിധിയിൽ ജാഗരിച്ചു കൊണ്ടിരിക്കുകയാണ്. അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്തം നിറവേറുക എന്നത് അബ്രഹാമിൻ്റെ ആവശ്യത്തേക്കാൾ ദൈവത്തിൻ്റെ ആവശ്യമായി മാറി. തക്ക സമയമായപ്പോൾ ദൈവം അബ്രഹാമിന് തലമുറയെ നൽകി തൻ്റെ വാഗ്ദത്തം നിറവേറ്റുവാൻ ഇടയായിത്തീർന്നു. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, 2019 ഈ പ്രാരംഭ ആഴ്ചയിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. ഇന്നലകളിൽ നിങ്ങൾക്ക് പ്രാപിച്ച വാഗ്ദത്തങ്ങൾ ഇന്നും നിറവേറാതെ അവശേഷിക്കുന്നെങ്കിൽ, നിങ്ങൾ ഒരുപക്ഷെ വാഗ്ദത്തം കേട്ട നാളിൽ ഉണ്ടായിരുന്നതിനേക്കാൾ പരിതാപകരമായ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് പകൽ എന്നെ ശ്രദ്ധിക്കുന്നതെങ്കിലും, നിങ്ങളുടെ ദൈവം തളർന്നിട്ടില്ല. നമ്മുടെ ദൈവത്തിന് പ്രായം കടന്നു പോയിട്ടില്ല. നമ്മുടെ ദൈവത്തിന് വാക്കുമാറ്റാൻ കഴിയത്തില്ല. അവൻ പറയുന്നു, കൂശിന് തൻ്റെ തൊക്കും പുള്ളിപ്പലിക്ക് തൻ്റെ പുള്ളിയും മാറ്റുവാൻ കഴിയുമോ? കഴിഞ്ഞാലും ദൈവം പറയുകയാണ്, ദൈവത്തിന് തൻ്റെ വാക്ക് മാറ്റാൻ കഴിയത്തില്ല. ദൈവത്തിന് തൻ്റെ സ്വഭാവം ത്യജിക്കാൻ കഴിയത്തില്ല. അവൻ ഉവ്വ് എന്ന് പറഞ്ഞാൽ ഉവ്വെന്നാണ്, ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ലെന്നാണ്. നിൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെ നടുവിൽ നിൻ്റെ വാഗ്ദത്തങ്ങൾ നിറവേറാനുള്ള സാധ്യതകൾ അസ്തമിച്ചിരിക്കുമ്പോൾ ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ ഓർപ്പിക്കട്ടെ, ഈ ദൈവം നിൻ്റെ സകല വാഗ്ദത്തങ്ങളെയും നിവർത്തിക്കുവാൻ കഴിയുന്ന ദൈവമാണ്. അതുകൊണ്ട് 2019 വാഗ്ദത്ത നിവൃത്തിയുടെ വർഷമായി മാറട്ടെ. ഇന്നലകളിൽ പ്രാപിക്കാൻ കഴിയാതെ പോയ വാഗ്ദത്തങ്ങൾ, നിവൃത്തിയാകാതെ പോയ വാഗ്ദത്തങ്ങൾ 2019 നിവർത്തിക്കുവാൻ ദൈവം കഴിവുള്ളവനാണ്. അവനിൽ നമുക്ക് ആശ്രയിക്കാം. 4-മതായി ഞാൻ നിങ്ങളെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം, ഈ ദൈവം കഴിയുന്ന ദൈവമാണ്, സഹതാപം കാണിപ്പാൻ കഴിയുന്ന ദൈവമാണ്. എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ട കർത്താവ്, ആമേൻ, തന്നെ കാത്തിരിക്കുന്ന തൻ്റെ വിശുദ്ധന്മാരുടെ ജീവിതത്തിലെ സകല പ്രതിസന്ധികളുടെയും നടുവിൽ നമ്മുടെ ബലഹീനതകളിൽ നമ്മോട് സഹതാപം കാണിപ്പാൻ കഴിയുന്ന ദൈവമാണ്. ഈ ദൈവം നമ്മുടെ ജീവിതത്തിൽ പാപം ഒഴികെ സകലത്തിലും നമുക്ക് തുല്യനായി വിശപ്പറിഞ്ഞ്, വേദന സഹിച്ച്, റിജക്ഷൻ അനുഭവിച്ച്, മനുഷ്യരാൽ തള്ളപ്പെട്ട്, സ്വന്തം സഹോദരങ്ങളാൽ തള്ളപ്പെട്ട് അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരും അവനെ കൈക്കൊണ്ടില്ല എന്ന ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ അവൻ തള്ളപ്പെട്ടവനും, ആമേൻ, അവൻ ചോദ്യം ചെയ്യപ്പെട്ടവനും, അവൻ പീഡിപ്പിക്കപ്പെട്ടവനും ആയിരുന്നു എന്നതുകൊണ്ട് നാം കടന്നു പോകുന്ന ഏത് ജീവിത സാഹചര്യങ്ങളെയും ഏറ്റവും നന്നായി മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്. അവൻ പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ആശ്വാസം കൈക്കൊള്ളുവാൻ കഴിയാത്ത വിധം ജീവിതത്തിൻ്റെ പ്രാരാബ്ധങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഒരു ജനതയോട്, ആമേൻ, ദൈവം ഓർപ്പിക്കുന്നത്, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. സാധാരണ നിലയിൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന ബലഹീനതകളിൽ ഒരു മനുഷ്യനും തന്നെ സഹായിപ്പാൻ, സഹതാപം കാണിപ്പാൻ കഴിയാത്തവരായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം. ഇന്ന് പകൽ നമ്മെ തന്നെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അവൻ നമ്മോട് സഹതാപം കാണിക്കുന്ന ദൈവമാണ്. 4 കാര്യങ്ങൾ ഞാൻ ഓർപ്പിച്ചു.
ഈ ദൈവം നമ്മെ വീഴാതെ വണ്ണം സൂക്ഷിക്കുന്ന ദൈവമാണ്. ഈ ദൈവം നമ്മെ ആനന്ദത്തോടെ അവൻ്റെ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി നിർത്തുന്ന ദൈവമാണ്. ഈ ദൈവം നമ്മുടെ വാഗ്ദത്തങ്ങളെ നിവർത്തിക്കുന്ന ദൈവമാണ്. ഈ ദൈവം നമ്മുടെ ബലഹീനതകളിൽ നമ്മോട് സഹതാപം കാണിക്കുന്ന ദൈവമാണ്. ആകയാൽ ഏത് പ്രതിസന്ധിയാൽ ഭാരപ്പെടുന്നൊരു വ്യക്തിയാണെങ്കിലും ഇന്ന് പകൽ നമുക്ക് ആ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്തിയെല്ലാം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ സന്നിധിയിൽ കണ്ണുനീരോടെ അവൻ്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാം. ഈ പകൽ വചനം കേട്ട എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്ന കർത്താവേ, അങ്ങ് നിന്റെ കുഞ്ഞുങ്ങളോട് മനസ്സിലിടണമേ. ലോകത്തിൽ മനുഷ്യൻ ഞങ്ങളോട് സഹതാപം കാണിക്കാതിരിക്കുമ്പോൾ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ സഹതാപം കാണിപ്പാൻ കഴിയുന്ന ഒരുവനാണ് അങ്ങെന്നുള്ള ഉറപ്പ് നീ ഞങ്ങളുടെ ഉള്ളിൽ തന്നതിനായി സ്തോത്രം. കർത്താവേ, പ്രിയപ്പെട്ടവരാൽ ത്യജിക്കപ്പെട്ട് അവിടുന്ന് നിറവേറ്റി കൊടുക്കുമാറാകണമേ എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ ജീവിതത്തിൻ്റെ ആനന്ദവും സന്തോഷവും നഷ്ടപ്പെട്ടവരായി ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ ആനന്ദത്താൽ ദൈവിക സമാധാനത്താലും അവരുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും നിറയ്ക്കുവാൻ അടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു അനുഗ്രഹമാക്കി തീർക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. 2019 നിങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പാസ്റ്റർ പ്രത്യേഷ് തോമസ് ശുശ്രൂഷിക്കുന്നു. എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:30 മുതൽ 10:30 വരെ പാലാഴി ടവർ 2nd ഫ്ലോർ കോൺഫറൻസ് ഹാൾ അടൂർ സെൻട്രലിൽ. നിങ്ങളുടെ പ്രാർത്ഥനാവശ്യങ്ങൾക്കായി ഞങ്ങളെ വിളിക്കുക 9496 324 717 9447 112 904.